സ്പോയിലർ വെറപ്പിക്കൽ അലേർട്ട്. ഇത് എന്നും പിന്നിൽ നിന്നും കുത്തുകൊള്ളാൻ വിധിക്കപ്പെട്ട ഒരുവന്റെ കഥ. അത്ര പെട്ടെന്ന് നിന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റൂലടാ. ഒരുപാട് കുത്ത് പിന്നിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അത് ഫ്രീക്കന്മാര് ചെക്കന്മാര് വാട്സപ്പിൽ പാടി നടക്കണുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗാഥാസ് കലാഹട്ട്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് പുട്ടാണ്. നമുക്കാദ്യം തന്നെ ഈ ഓട്സ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ പോലെ തന്നെ നമുക്ക് ഓട്സ് പൊടിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ പൊടിയിലേക്ക് അല്പം ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ച് പുട്ടൊന്ന് നനച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടി നനച്ചെടുക്കുന്ന അതേ രീതിക്ക് നമുക്ക് ഓട്സിൻ്റെ പൊടി നനച്ചെടുക്കുന്നത് പ്രയാസമാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത്ര സ്മൂത്തായിട്ടൊന്നുമല്ല നമുക്ക് ഓട്സിൻ്റെ പൊടി നനച്ച് കിട്ടുക. ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഓട്സ് നനച്ചത് നമുക്ക് മിക്സിയിലേക്കിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ നമുക്കിപ്പോൾ ഈ ഓട്സ് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പുട്ടുപൊടിയുടെ പരുവം. എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ നമുക്കത് കൈ വെച്ച് തന്നെ ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുട്ടുപൊടിയും കൂടെ നിറച്ച് കൊടുക്കാം. ലാസ്റ്റ് തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട് നമുക്ക് പുട്ടുകുറ്റി അടച്ച് അടുപ്പത്ത് വെക്കാം. ഇനി 3-4 മിനിറ്റ് ആവി വരുന്നവരെ ഒരു വെയിറ്റിംഗ് ആണ്. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ആവി വന്നില്ല, പുട്ടിന് ആവി വന്നില്ല, കുടത്തില് വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിന്. അങ്ങനെ നമ്മുടെ ഓട്സ് പുട്ടിന് ആവി വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഓട്സ് പുട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.